അപ്പോൾ ഇന്നൊരു പൊതിച്ചോറ് സെറ്റ് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇലയൊക്കെ നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ചോറൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചോറൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ബീട്രൂട്ട് തോരനാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തോരനൊക്കെ വെച്ച് റെഡിയാക്കിയിട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ഇതിലേക്ക് കിഴങ്ങാണ് വെച്ച് കൊടുക്കുന്നത്. നല്ല വേവുന്ന കിഴങ്ങാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ചമ്മന്തിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു പൊരിച്ച മീനും കൂടെ ഇതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഒരു മുട്ട പൊരിച്ചതും കൂടെ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നത് സലാഡാണ്, ഉള്ളി സലാഡാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം ഞാനിവിടെ മാങ്ങാച്ചാറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട്. അപ്പോൾ നമ്മൾ ഇത്രയാണ് ഇതിൽ സെറ്റ് ചെയ്യുന്നുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെയൊക്കെ സാധനങ്ങൾ ഇതിലേക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തോരനുകളും ഒക്കെ വെക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഇത്ര എടുത്തിട്ടുള്ളൂ. ഇതൊന്ന് മടക്കി എടുക്കുകയാണ്. ഇതൊന്ന് മടക്കി എടുത്തതിന് ശേഷം ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ വെച്ചതിന് ശേഷം നമ്മൾ കഴിക്കുക. എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒന്ന് മടക്കി മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതാണ്ട് നമ്മളുടെ പൊതിച്ചോറിൻ്റെ ഇലയൊക്കെ ഇതുപോലെ ഒന്ന് പിരിത്തതിന് ശേഷം നമുക്കിനി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കെങ്കിലും നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കണ്ട. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും ഓക്കെ, ബായ്.